2025 ഋഷിപ്പരമാണ് നമ്മളിവിടെ വിചിന്തനം ഇന്ന് ചെയ്യുന്നത്. ഔട്ടത്തരയും ചതയവും പോരുട്ടാതി മുക്കാലും കുംഭക്കൂറ്. നല്ല അവസരങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. പുതിയ വീട് പണിയും വിദേശ യാത്രയുണ്ടാകും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ശമ്പളം കൂടുന്നതിനാൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. മേലധികാരികളുടെ ഇഷ്ടത്തിന് ഇടയാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും. മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും. പുതിയ ബിസിനസ്സിലൂടെ ധനം സമ്പാദിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ വിയോഗം ദുഃഖത്തിന് ഇടവരുത്തും. ഭാര്യാഭർത്താക്കന്മാർക്ക് സന്തോഷമുള്ള ജീവിതമാണിപ്പോൾ. വ്യവഹാര രാജി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഇപ്പം നല്ലത്. ചീത്തപ്പേരിന് ഇടയാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്തുക്കൾ സ്വന്തമാകും. ജീവിതം സന്തോഷപ്രദമായി തീരും. ശത്രുക്കൾ മിത്രങ്ങളാകും. ആദ്യഗതി ദോഷ സമ്മിശ്രമാണെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. പരിഹാരമായി ദേവാലയങ്ങളിൽ ദർശനം നടത്തണം. പുതിയ വസ്തു വാങ്ങാൻ ഇടവരും. വിവാഹം മുടങ്ങിപ്പോയവരുടെ വിവാഹം നടക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശയാത്രയിൽ ചെയ്ത് അവിടെ വിദേശ ജോലി ലഭിക്കും. വിദേശ ജോലി ചെയ്തവര് വിദേശ ജോലി നിർത്തി അവർക്ക് നാട്ടിലേക്ക് പോകാൻ ഇടവരും. രക്ഷകർത്താക്കളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഇടവരും. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അശ്രീനാന്തം പ്രയത്നിക്കും. ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും. നല്ല അവസരങ്ങൾ വന്നുചേരും. പുതിയ വീട് പണിയും വിദേശയാത്രയ്ക്ക് ഇടവരും. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും. ശമ്പളം കൂടുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. ചെയ്യുന്ന ജോലികളിൽ മേലധികാരി ഇഷ്ടത്തിന് ഇടവരും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിനനുസരിച്ച് വിദേശ ജോലി ലഭിക്കും. മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും. മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും. സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്താന ലബ്ധിക്ക് ഇടയാകും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം നമുക്ക് തിരികെ കിട്ടുന്നതായിരിക്കും. പുതിയ ബിസിനസ്സിലൂടെ സമ്പാദ്യം കൂടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ വിയോഗം മനസ്സിനെ അലട്ടാനിടയുണ്ട്. വ്യവഹാരാദി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ചീത്തപ്പേരിന് ഇടയാകും. മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും.
സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിന് ഇടയാവും. അവർ സന്താനങ്ങൾക്ക് ഉത്തരവാദമുള്ളവനായിരിക്കും. നഷ്ടപ്പെട്ട് കരുതി എന്നുള്ള ജോലി നമുക്ക് തിരികെ കിട്ടും. കമിതാക്കളുടെ ആഗ്രഹം സാധിക്കും. ലോൺ ശരിയായി കിട്ടും. പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും. പുതിയ വാഹനം സ്വന്തമാക്കും. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യത്തിനും വിവാഹം, 28 ചോറൂണ്, ഗൃഹപ്രവേശം മുതലായ നാട്ടിൽ നടപ്പുള്ള ഏത് ജ്യോതിഷ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫോൺ നമ്പർ 99 47 54 21 79. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിക്ക് വടക്കുവശത്താണ്. എൻ്റെ ജ്യോതിഷാലയത്തിൻ്റെ പേര് ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ്. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.